ഹലോ മക്കൾസ്, ബാബു സാറാണേ. എല്ലാവർക്കും +1 ഹിന്ദിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മക്കളെ, ആദ്യമായിട്ട് നിങ്ങളുടെ +1 ഹിന്ദിയിൽ സെക്കൻഡ് ലാംഗ്വേജ് ഹിന്ദി എടുത്ത മുഴുവൻ കുട്ടികൾക്കും ഒരു ബിഗ് സല്യൂട്ട്. മക്കളെ, നമുക്ക് +1 ഹിന്ദിയിൽ പഠിക്കാനുള്ളത് ഈ വർഷം 4 യൂണിറ്റ് ആണ്. 4 യൂണിറ്റിൽ ഓരോ യൂണിറ്റിലും 3 പാഠങ്ങൾ വീതം, ടോട്ടൽ 12 പാഠങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഇക്കായ് ഏക്ക് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റ്. ഇക്കായ് യൂണിറ്റ് ഏക്ക് 1. ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് ഉൽഫത്ത് ഓർ ചാഹത്ത് എന്നാണ്. എന്താണ് ഉൽഫത്ത്? ഉൽഫത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം എന്നാണ്. ചാഹത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ആഗ്രഹം എന്നാണ്. അപ്പൊ ഒന്നാമത്തെ യൂണിറ്റിന്റെ പേര് സ്നേഹവും ആഗ്രഹവും എന്നാണ്. അപ്പോൾ ആ വിഷയത്തെ, സ്നേഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ ആഗ്രഹത്തെക്കുറിച്ചും ആസ്പദമാക്കിയ പാഠങ്ങളാണ് നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ ഉണ്ടാവുക. ഓക്കെ, നമ്മൾ ഒന്നാമത്തെ യൂണിറ്റിൽ നമ്മൾ പഠിക്കുന്നത് ആദ്യത്തെ പാഠം അതുകൊണ്ട് തന്നെ നിർച്ചർ എന്ന് പറയുന്ന ഒരു കവിതയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് രാംകുമാർ വർമ്മയാണ്. നിർച്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ കവിതയാണ് എഴുതിയിരിക്കുന്നത് രാംകുമാർ വർമ്മയാണ്. എന്താണ് നിർച്ചർ എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് നോക്കാം. നിർച്ചർ എന്നുള്ളതിന്റെ അർത്ഥം വാട്ടർഫാൾസ് അഥവാ വെള്ളച്ചാട്ടം എന്നാണ്. അതായത് വാട്ടർഫാൾ അഥവാ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞാൽ നിർച്ചർ എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥമാണ്. എന്നാൽ നിർച്ചർ എന്നുള്ളതിന് ഝർണ, അരുവി എന്നൊരർത്ഥവുമുണ്ട്. എന്താണ് അരുവി? നിരവധി വലുതും ചെറുതുമായ വെള്ളച്ചാട്ടങ്ങളുടേതായ ഒരു ജലപ്രവാഹത്തെയാണ് നമ്മൾ അരുവി എന്ന് പറയുന്നത്. എന്നാൽ ആ അരുവിയിലെ പ്രധാനപ്പെട്ട വലിയ മലമുകളിൽ താഴോട്ട് വീഴുന്ന വെള്ളച്ചാട്ടത്തിനാണ് ഈ കവിതയിൽ കൂടുതൽ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. താഴോട്ട് ഒഴുകുന്നതിനെയും പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നിർച്ചർ എന്നുള്ളത് വെള്ളച്ചാട്ടം എന്ന അർത്ഥത്തിനാണ് ഇവിടെ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓക്കെ, അരുവി എന്നൊരു അർത്ഥവുമുണ്ട്. ഇനി ഈ കവിത എഴുതിയിരിക്കുന്നത് ആരാണ്? രാംകുമാർ വർമ്മയാണ്. രാംകുമാർ വർമ്മ, അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ ചെറുതായി ഒന്ന് പഠിക്കണം. കാരണം പരീക്ഷയിൽ SSLCയെ പോലെയല്ല, +1ൽ നിങ്ങളോട് അനുച്ഛേദം എഴുതാൻ വേണ്ടി പറയും. ഇതുപോലെ കവികളുടെ ഒരു ബയോഡാറ്റ തന്നതിന് ശേഷം അതിനെക്കുറിച്ച് അനുച്ഛേദം തയ്യാറാക്കാൻ പറയും. അപ്പൊ ആദ്യം ഇതാണ് വരുന്നെങ്കിലോ ആ 4 മാർക്ക് നമുക്ക് നഷ്ടമാകരുത്. നോക്കൂ, നിർച്ചർ കവിത രാംകുമാർ വർമ്മ. അദ്ദേഹത്തിന്റെ ജന്മം എവിടെയാണെന്നറിയോ? അദ്ദേഹത്തിന്റെ ജന്മം ഏത് വർഷമാണ്? 1905, 1905 അദ്ദേഹം ജനിച്ചത്. ഇത് എവിടെയാണ്? ജന്മസ്ഥാൻ സാഗർ എന്ന് പറയുന്ന സ്ഥലം, മധ്യപ്രദേശിലെ സാഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഓക്കെ, പിന്നെ നമുക്ക് അദ്ദേഹത്തിന്റെ നിരവധി രചനകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ഫേമസ് ആയ രചനകൾ, പ്രമുഖ രചനയും അഞ്ജലി. എന്താ അഞ്ജലി എന്ന് പറഞ്ഞാൽ? അഞ്ജലി എന്ന് പറഞ്ഞാൽ കൂപ്പുകൈ എന്നാണ് അർത്ഥം. ഓക്കെ, പിന്നെ ഹിമഹാസ്. ഹിമ എന്ന് പറഞ്ഞാൽ മഞ്ഞ്, ഹാസ് എന്ന ഹാസ് ചിരി. അപ്പൊ ഹിമഹാസ് എന്ന് പറഞ്ഞാൽ മഞ്ഞിന്റെ ചിരി എന്നാണ്. അടുത്തത് നിഷീദ് എന്ന വാക്കിന്റെ അർത്ഥം അർദ്ധരാത്രി എന്നാണ്. ഈ 3 പേരിൽ അഞ്ജലി, ഹിമഹാസ്, നിഷീദ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ ഏറ്റവും പ്രസിദ്ധമായ രചനകളാണ്. കാര്യക്ഷേത്ര സാഹിത്യത്തിൽ ഏതൊക്കെ മേഖലയിലാണ് ഇദ്ദേഹം പ്രവർത്തിച്ചതെന്ന് വെച്ചാൽ, കവിതാ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ചു. പിന്നെ അതേപോലെ തന്നെ ഏകാംഗി ഭാഗങ്ങൾ, അതായത് ചെറുനാടകങ്ങൾ പോലുള്ള കാര്യങ്ങൾ എഴുതുന്നില്ല. പിന്നെ ആലോചന, വിമർശന സാഹിത്യം, നിരീക്ഷണം എന്നൊക്കെ പറയാം. അതൊക്കെ അദ്ദേഹം സാഹിത്യ മേഖലയിൽ സജീവമായി പ്രവർത്തിച്ച ആളാണ്. പിന്നെ ഇദ്ദേഹത്തിന് പുരസ്കാരം കിട്ടി, പത്മഭൂഷൺ. ഇദ്ദേഹത്തിന്റെ സാഹിത്യ മേഖലയിലെ സംഭാവനയെ ആസ്പദമാക്കിയിട്ട് നമ്മുടെ രാജ്യം പത്മഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിക്കേണ്ടായി. പിന്നെയോ ദേവപുരസ്കാരം ഇദ്ദേഹം ലഭിക്കേണ്ടായി. ഓക്കെ, മൃത്യു. ഇദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് എപ്പോഴാണ് നോക്കിയാൽ, മൃത്യു 1990, 1990 അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. ഓക്കെ, അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പരീക്ഷയിൽ നമുക്കിതാ ഇങ്ങനെയാണ് ചോദ്യം വരിക. ഞാൻ ഈ ചിത്രമൊക്കെ ഒഴിവാക്കി ഇത് മാത്രം, അതായത് ഇങ്ങനെ. എന്നിട്ട് മോൾ നോക്കൂ, അനുച്ഛേദ് തയ്യാർ കരി. അനുച്ഛേദ് എന്ന് പറഞ്ഞാൽ പാരഗ്രാഫ് എഴുതാനാണ്. 4 മാർക്ക്. ഇങ്ങനെ ചോദിച്ചാൽ അതെങ്ങനെയാണ് പാരഗ്രാഫ് ആക്കേണ്ടത് എന്ന് നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏത് പാഠവുമായി ബന്ധപ്പെട്ട് ആര് ചോദിച്ചാൽ എഴുതാൻ പറ്റും. അനുച്ഛേദ് രാംകുമാർ വർമ്മയുടേതാണ്. അപ്പൊ ഇതെടുത്തിട്ട് നമ്മൾ എങ്ങനെ അനുച്ഛേദം എഴുതും? നോക്കൂ, ആദ്യം നമ്മളൊരു വരി എഴുതുന്നു. ശ്രീ രാംകുമാർ വർമ്മ ഹിന്ദി സാഹിത്യത്തിലെ സുപ്രസിദ്ധ രചനാകാർ, ഏറ്റവും ഫേമസ് ആയ ഒരു എഴുത്തുകാരനായിരുന്നു എന്ന് നമ്മൾ അങ്ങ് എഴുതുന്നു. അതിനുശേഷം ഉൻകാ ജന്മ, അദ്ദേഹത്തിന്റെ ജന്മം 1905 മധ്യപ്രദേശ് സാഗർ മേ ഹുവാദ. മധ്യപ്രദേശിലെ സാഗർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. കവിത, ഏകാംഗി, ആലോചന ആദി മുതലായവ ഉൻകി കാര്യക്ഷേത്രത, അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയായിരുന്നു സാഹിത്യരംഗത്ത്. അഞ്ജലി, ഹിമഹാസ് ഓർ നിഷീദ് ഉൻകെ പ്രമുഖ രചന ഹേ. ഈ പറഞ്ഞ 3 അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട രചനകളാണ്. ഉൻകെ ഉത്കൃഷ്ട സാഹിത്യ യോഗ്ദാൻ കെ ലിയെ, അദ്ദേഹത്തിന്റെ ഉന്നതമായ സാഹിത്യ യോഗ്ദാൻ കെ ലിയെ, സാഹിത്യ സംഭാവന ആസ്പദമാക്കി ഉന്നെ പത്മഭൂഷൺ തഥാ, അദ്ദേഹത്തിന് പത്മഭൂഷണും അതുപോലെ തന്നെ ദേവപുരസ്കാർ സെ സമ്മാനിത് കിയാ ഗയാ, ദേവപുരസ്കാരം നൽകി ആദരിക്കുകയുണ്ടായി. 1990 ഉൻകാ ദേഹാവസാനം ഹുവ, അദ്ദേഹത്തിന് ദേഹാവസാനം ഉണ്ടായി, ഇഹലോകവാസം വെടിഞ്ഞു. ഓക്കെ,
ഇങ്ങനെ എഴുതുമ്പോൾ നിങ്ങൾ കിട്ടുന്നത് 4 മാർക്കാണ്. സംഭവം ഇതിനെയാണ്, നോക്കൂ, ഇതിനെയാണ് ഇങ്ങനെ എഴുതിയത്, ഇതിൽ നിന്ന് തന്നെ. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ഇനി നമുക്ക് പോവാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ കയ്യിലുണ്ടെങ്കിൽ നോക്കൂ, 9ാമത്തെയും 10ാമത്തെയും പേജിലാണ് ഈ കവിത. ഒരു കുഞ്ഞു കവിതയാണ്. ഓക്കെ, 9ാമത്തെയും 10ാമത്തെയും പേജിലാണ് ഈ കവിത കിടക്കുന്നത്. ഈ കവിതയുടെ ആദ്യ പേജ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നോക്കൂ, നമ്മൾ കവിതയിൽ 2 പേജുകളാണുള്ളത് അല്ലേ? ഇനി നമ്മൾ നോക്കുക, ഈ കവിതയിൽ നമുക്ക് കവിതയുടെ പേര് നിർച്ചർ എന്നാണ്. നിർച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വെള്ളച്ചാട്ടം, അരുവി എന്നൊരു അർത്ഥമുണ്ട്. പക്ഷെ നിർച്ചർ എന്താണ്? ഒരു ഛായാവാദി കവിതയാണ്. കവിതകൾ പലതരത്തിലുണ്ട്. ഛായാവാദി, രഹസ്യവാദി, ഹാലാവാദി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രഗതിവാദം എന്നൊക്കെ പോകുന്നുണ്ട്. ഈ കവിത എന്താണ്? ഛായാവാദി കവിതയാണ്. എന്താണ് ഛായാവാദി കവിത, എന്താണ് ഛായാവാദി എന്നുള്ളത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. എന്ന് നോക്കൂ, ഛായാവാദി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രേം ഓർ വിരഹിക്ക, സ്നേഹത്തിന്റെയും വേർപാടിന്റെയും, അതായത് പ്രണയം അപാരമായി ഉണ്ടായിരിക്കുക, ഒത്തുചേരാൻ കഴിയാതിരിക്കുക, അടുത്ത് നിൽക്കാൻ കഴിയാതിരിക്കുന്ന ആ വിരഹം ഉണ്ടല്ലോ, അതാണ് പ്രേം ഓർ വിരഹിക്ക, സ്നേഹത്തിന്റെയും പ്രണയത്തിന്റെയും വിരഹത്തിന്റെയും മാർമിക ചിത്രം, മർമ്മപ്രധാനമായ ചിത്രീകരണം ഛായാവാദി കവിത കാ സൗന്ദര്യ. ഛായാവാദി കവിതയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് പ്രണയവിരഹം, അതായത് പ്രണയികളുടെ വിരഹം ആണ് ഈ ഛായാവാദി കവിതയിലെ പ്രധാനപ്പെട്ട എന്താണ് സൗന്ദര്യം. ഛായാവാദി കവിതകളിൽ വിരഹ പ്രേമിക്ക് കസൗട്ടിക്ക്, വിരഹ സ്നേഹത്തിന്റെ, അഥവാ അപാരമായ കാമുകന്മാർക്കും കാണാൻ കഴിയാത്ത അവസ്ഥയിൽ ദൂരെ മാറി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടല്ലോ, അത് ഏറ്റവും മനോഹരമായ വർണ്ണിച്ച ഉരകല്ല്, അതിന്റെ ഒരു ഉരകല്ല് തന്നെയാണ് ഛായാവാദി കവിതകൾ എന്ന് പറയുന്നത്. കാമുകന്റെയും കാമുകിയുടെയും മനസ്സിനെ ഇത്ര പോലെ വർണ്ണിക്കുന്ന കവിതാ രചനകൾ വേറെ നമുക്ക് ഛായാവാദിലല്ലാതെ കാണാൻ പറ്റില്ല. അപ്പോൾ ഛായാവാദി കവിത എന്ന് പറഞ്ഞാൽ വിരഹ പ്രേമത്തിന്റെ ഒരു ഉരകല്ലാണ്. അന്തർമൻകി, അന്തർ എന്ന് പറഞ്ഞ അകത്ത്, മൻ എന്ന് പറഞ്ഞ മനസ്സ്, അന്തർമൻകി എന്ന മനസ്സിന്റെ അകത്തുള്ള അനുഭൂതിയൊക്കെ, എല്ലാതരം അനുഭൂതി, കാമുകനെ കാണുമ്പോഴുള്ളോ അല്ലെ കാമുകിയെ കാണുമ്പോഴുള്ള, കാണാതിരിക്കുമ്പോഴുള്ള എല്ലാവിധ അനുഭൂതികളെയും പ്രകൃതിക്ക് മാധ്യം സെ, പ്രകൃതിയുടെ പൂക്കളെയും ചിത്രശലഭങ്ങളെയും നദികളെയും ഒക്കെ വെച്ചുകൊണ്ട് പ്രകൃതിക്ക് മാധ്യം സെ, പ്രകൃതിയുടെ മാധ്യമത്തിലൂടെ രംഗ് ദേക്കർ, വർണ്ണം നൽകിയിട്ട് ഛായാവാദി കവികൾ ചിത്രാത്മകത വർണ്ണൻ കർത്തെ, മനോഹരമായ വർണ്ണനയാണ്, പ്രകൃതിയെ കൂട്ടുപിടിച്ചാണ് ഇതൊക്കെ മനോഹരമായി വർണ്ണനയാക്കുന്നത്. പ്രകൃതിക്ക് ഹർ കൺമേ, പ്രകൃതിയുടെ ഓരോ കണത്തിലും ഛായാവാദി കവി പ്രേം കൊണ്ടുകൊടുത്തഹേ, കവി അതിനെ പ്രകൃതിയിലെ ഓരോ കണത്തിലും ഛായാവാദി കവികൾ പ്രണയത്തെ അന്വേഷിക്കുന്നു. ചിത്രശലഭത്തിന്റെ അകത്തും പൂവിന്റെ അകത്തും പൂവിലെ തേനിന്റെ അകത്തും റെയിൻബോയ്ക്കകത്തും മഴയ്ക്കകത്തും വെള്ളച്ചാട്ടത്തിൽ എല്ലാത്തിലും. ഓക്കെ, യാം നിർച്ചർക്കെ മാധ്യം സെ, ഇവിടെ വെള്ളച്ചാട്ടം എന്ന അല്ലെങ്കിൽ അരുവി എന്ന മാധ്യമത്തിലൂടെ പ്രേമക്കെ രഹസ്യക്കോ, പ്രേമത്തിന്റെ രഹസ്യത്തെ ഖോൽനേക്ക പ്രയാസ് കവി കർത്തെ, പ്രേമത്തിന്റെ രഹസ്യത്തെ തുറക്കാനുള്ള അപാരമായ ശ്രമമാണ്, മനോഹരമായ ശ്രമമാണ് ഈ കവിതയിലൂടെ, നിർച്ചർ എന്ന കവിതയിലൂടെ രാംകുമാർ വർമ്മ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഛായാവാദി കവിത എന്ന് പറഞ്ഞാൽ പ്രണയത്തിന്റെ വിരഹത്തിന്റെ എല്ലാ സംഭവങ്ങളെയും പ്രകൃതിയെ കൂട്ടുപിടിച്ച് മനോഹരമായി വർണ്ണിക്കുന്ന രചനകളെയാണ് നമ്മൾ ഛായാവാദ് കവിതകൾ എന്ന് നമ്മൾ പറയുന്നു, ഇല്ലേ? യെസ്. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ കവിതയിൽ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ പേജാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ആദ്യത്തെ പേജിന്റെ ഇവിടെ നിങ്ങൾ കൊടുത്തത് എന്താന്ന് നോക്കൂ, അത് ഞാൻ അവിടെ വലുതായി കൊടുത്തിട്ടുണ്ട്. ദിൽ മിലൻ ചാഹത്താ ഹേ, ചുനൗത്തി രാഹ് ബൻ ജാത്തി ഹേ, സുനേ ചുനൗത്തി ഭരാ ഏക് സഫർ. എന്താ നോക്കൂ, ദിൽ എന്ന് പറഞ്ഞാൽ ഹൃദയങ്ങൾ, മിലൻ ചാഹത്താ ഹേ ഒന്നിക്കാൻ ആഗ്രഹിക്കുമ്പോൾ, ദിൽ മിലൻ ചാഹത്താ ഹേ ഹൃദയങ്ങൾ ഒന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ, ചുനൗത്തി രാഹ് ബൻ ജാത്തി ഹേ അവരുടെ മുൻപിൽ വരുന്ന എല്ലാ വെല്ലുവിളികൾ പോലും വഴിയായി മാറുന്നു. ഹൃദയങ്ങൾ ഒന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ അവരെ മുൻപിൽ അതിന് തടസ്സമായി വരുന്ന എല്ലാ വെല്ലുവിളികളും അവർക്ക് വഴിയായി മാറുന്നു. ഓക്കെ, സുനേ കേൾക്കൂ, ചുനൗത്തി ബരാ ഏക് സഫർ വെല്ലുവിളികൾ നിറഞ്ഞ ഒരു യാത്ര. ആരുടെ യാത്ര? ഝർണ, അരുവിക്ക് മുന്നോട്ട് പോകാൻ ഒരുപാട് തടസ്സങ്ങളുണ്ട്, പക്ഷെ അതിനെയൊക്കെ ഓവർകം ചെയ്തിട്ട് അത് മുന്നോട്ട് പോകും. അപ്പോ ഹൃദയങ്ങൾ ഒന്നാവാൻ ആഗ്രഹിക്കുമ്പോൾ അവരുടെ മുൻപിൽ വെല്ലുവിളികൾ ഉറപ്പായി ഉണ്ടാവും. പക്ഷേ ആ വെല്ലുവിളികളെ അവർ വഴികളാക്കി മാറ്റുന്നു, എന്നിട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ശ്രദ്ധിക്കൂ, മുന്നോട്ട് ഇത്തരം ഒരു വെല്ലുവിളി നിറഞ്ഞ യാത്ര എന്നാണ്. ഇതാണ് ഝർണ എന്ന് പറഞ്ഞ കവിതയെ ആസ്പദമാക്കി കവി ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഇനി ആദ്യം നമുക്ക് നോക്കാം. നിർച്ചർ കവിതയാണ് രാംകുമാർ വർമ്മ എഴുതി. നോക്കൂ, നിർച്ചർ എന്നൊരു വെള്ളച്ചാട്ടമാണ്. ഓക്കെ, യെസ്. നോക്കൂ, അരേ നിർജൻ വൻ കെ നിർമ്മൽ നിർച്ചൽ, ഇസ് ഏകാന്ത് പ്രാന്ത് പ്രാങ്കൺ മേ കിസേ സുനാത്തെ സുമധുർ സ്വർ,
അരേ നിർജൻ വൻ കെ നിർമ്മൽ നിർച്ചർ. എന്താ പറഞ്ഞു നോക്കൂ. അരേ അല്ലയോ, ഓ എന്നൊക്കെ പറയാം. നിർജൻ വൻ കെ, നിർജൻ, ജൻ എന്ന് പറഞ്ഞാൽ ജനം, നിർജൻ കാട്ടിൽ ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത, വൻ കെ വനസിലെ, നിർമ്മൽ പരിശുദ്ധമായ നിർച്ചർ എന്ന് പറഞ്ഞാൽ അരുവി അല്ലെങ്കിൽ വെള്ളച്ചാട്ടമേ. ഒരു മനുഷ്യന്റെ പൊടി പോലും ഇല്ലാത്ത കാട്ടിന്റെ ഉള്ളിലെ നിബിഡ വനത്തിനുള്ളിലെ വെള്ളച്ചാട്ടമേ, പവിത്രമായ വെള്ളച്ചാട്ടമേ. ഇസ് ഏകാന്ത്, ഈ ഏകാന്തമായ, പ്രാന്ത് പ്രാഗൺമേ, പ്രാന്ത് പ്രാഗൺ എന്ന് പറഞ്ഞാൽ പ്രദേശം മുഴുവൻ, ഈ ഒരു മനുഷ്യന് പോലും ഇല്ലാത്ത ഈ പ്രദേശം മുഴുവൻ. കിസെ ആരെ സുനാത്തെ കേൾപ്പിക്കുകയാണ്, സുമധുർ സ്വർ, മധുരമായ നിന്റെ സ്വരം ഒരു മനുഷ്യനും പോലും ഇല്ലാത്ത ഈ കാട്ടിൽ നീ ആരെയാണ് കേൾപ്പിക്കുന്നത്? വെള്ളച്ചാട്ടം ഒഴുകി വരുമ്പോൾ അരുവികൾക്ക് ഭയങ്കരമായ ശബ്ദം ഉണ്ടാവും. കളകളാരവത്തോടു കൂടിയാണ് അരുവികൾ ഒഴുകുന്നത്, അല്ലെ? അരുവി അങ്ങ് പോയി പുഴയിലെത്തിയാൽ പുഴ ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. നമ്മുടെ പുഴയുടെ വക്കത്ത് ഒരാൾ നിൽക്കുകയാണെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചാൽ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. ഓക്കെ, നദിയുടെ വക്കത്ത് നിന്നാൽ കേൾക്കാൻ പറ്റും, കാരണം അത് ശാന്തമായി ഒഴുകുന്നത്. എന്നാൽ കാട്ടിലെ ഒരു അരുവിയുടെ വക്കത്ത് ഒരാൾ പോയി നിൽക്കുമ്പോൾ അയാളെ വേറെ ദൂരെ നിന്ന് ഒരാൾ വിളിച്ചാൽ അദ്ദേഹത്തിന് ഒന്നും മനസ്സിലാവില്ല. കാരണം അദ്ദേഹത്തിന് അതിനേക്കാൾ കൂടുതൽ കളകളാരവത്തോടും മുത്തുകൾ വാരി ചിതറി ആണ് ആര് വരുന്നത്, നദി ചർണ ഒഴുകുന്നത്. അപ്പൊ അവർക്ക് നല്ല കളകളാരവത്തോടെയാണ് അത് ഒഴുകുന്നത്. അപ്പൊ അതുകൊണ്ട് കാട്ടിന്റെ അകത്ത് ഈ മധുര സംഗീതം നീ ആരെയാണ് കേൾപ്പിക്കുന്നത്? ഇവിടെ ഒരു മനുഷ്യൻ പോലും ഇല്ലല്ലോ. ഓർ നിർജൻ വൻ കെ, അതുകൊണ്ട് ഒരു മനുഷ്യൻ പോലും ഇല്ലാത്ത നിർജൻ വൻ കെ, നിർജ്ജനമായ വനത്തിലെ നിർമ്മൽ നിർച്ചൽ, നിർമ്മലമായ പവിത്രമായ നിർച്ചൽ അരുവി അഥവാ വെള്ളച്ചാട്ടമേ എന്ന്. അപ്പൊ നോക്കൂ, അരേ നിർജൻ വൻ കെ നിർമ്മൽ നിർച്ചർ, ഹോ വിജനവനത്തിലെ നിർമ്മലമായ വെള്ളച്ചാട്ടമേ. ഇസ് ഏകാന്ത്, ഈ ഏകാന്തമായ, പ്രാന്ത് പ്രാങ്കൺമേ, ഈ ഏകാന്തമായ പ്രാന്ത് പ്രാങ്കൺ എന്ന് പറഞ്ഞ പ്രദേശം മുഴുവൻ. കിസേ സുനാത്തെ സുമധുർ സ്വർ, ആരെയാണ് നീ മധുര സംഗീതം കേൾപ്പിക്കുന്നത്? അരേ നിർജർ വൻ കെ നിർമ്മൽ നിർച്ചർ, ഓ വിജനവനത്തിലെ നിർമ്മലമായ വെള്ളച്ചാട്ടമേ എന്ന്. എന്നിട്ട് അടുത്ത വരിയിൽ പറയുന്നു, അപ്പനാ ഊഞ്ചാ സ്ഥാൻ ത്യാഗർ, നോക്കൂ ഈ മലമുകളിൽ നിന്ന് താഴോട്ട് പതിക്കുകയാണ്. അപ്പനാ തന്റെ ഊഞ്ച ഉയരമുള്ള സ്ഥലം ത്യാഗർ, എല്ലാവരും ഉയരങ്ങളിൽ കീഴടക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. അപ്പൊ നീ ഉയരങ്ങളിൽ താഴോട്ടേക്ക് പതിക്കുകയാണ്. ക്യോ കർത്തേ ഹോ, എന്തിനാണ് ഇങ്ങനെ അധപ്പതൻ താഴോട്ട് വീഴുന്നത്? എല്ലാവരും ഉയരങ്ങൾ കീഴടക്കാൻ ശ്രമിക്കുമ്പോൾ നീ ഉയരങ്ങൾ താഴോട്ട് എന്തിനാണ് ഇങ്ങനെ വരുന്നത്? കോൻ തുമാര വൗ പ്രേമിഹെ, ആരാണ് നിന്റെ ആ കാമുകൻ? കോൻ തുമാര വൗ പ്രേമി, ആരാണ് നിന്റെ ആ കാമുകൻ? ജിസേ കോച്ചത്തെ ഹോ വൻമനെ, അതിനെ അന്വേഷിക്കുകയാണോ വനം മുഴുവൻ എന്നാണ്. അപ്പനാ ഊഞ്ചാ സ്ഥാൻ ത്യാഗകർ, സ്വന്തം ഉയർന്ന സ്ഥാനം ഉപേക്ഷിച്ച്, ക്യോ കർത്തേ ഹോ അധപ്പതൻ, എന്തിനാണ് നീ താഴേക്ക് പതിക്കുന്നത് നിർച്ചരേ? കോൻ തുമാര വൗ പ്രേമി, ആരാണ് നിന്റെ ആ കാമുകൻ? ജിസേ ഖോജത്തെ ഹോ വൻമേ, അതാണ് വനാന്തരങ്ങളിലൊക്കെയും നീ അന്വേഷിക്കുന്ന ആ പ്രേമി, ആ കാമുകൻ ആരാണ് എന്ന് കവി രാംകുമാർ വർമ്മ അരുവിയോട്, വെള്ളച്ചാട്ടത്തോട് ചോദിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയുന്നു, അങ്ങനെ വെള്ളച്ചാട്ടം കുറച്ച് താഴെ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്താവുന്നു? വിരഹ് വ്യഥാമേ, വേർപാടിന്റെ വേദനയിൽ, അശ്രുബഹാക്കർ, കണ്ണുനീരുകൾ ഒഴുക്കിയിട്ട്, ജലമയി കർഡാല സബുത്തൻ, ജലമയമായി കഴിഞ്ഞിരിക്കുന്നു നിന്റെ ശരീരം മുഴുവൻ. നീ കണ്ണുനീർ തുള്ളികൾ ഒഴുക്കി 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 നീ ഇപ്പോൾ വലിയ ജലമയമായി മാറിയിരിക്കുന്നു. ക്യാ ധോനേക്കോ, ഇത്രയും വെള്ളവുമായിട്ട് നീ ക്യാ ധോനേക്കോ, എന്തു കഴുകാനാണ് ചലേ സ്വയം പോകുന്നത് ഒറ്റയ്ക്ക്? അവധിത്, അറിയപ്പെടാത്ത പ്രേമിക്ക് കാമുകന്റെ പത് രജ് കൺ, പത് പാദത്തിലെ രജ് കൺ, പൊടി മണലുകളെയും കഴുകാനാണോ? അറിയപ്പെടാത്ത, ആരാണ് എവിടെയാണെന്ന് അറിയാത്ത നീ അന്വേഷിക്കുന്ന ആ കാമുകന്റെ കാലിലെ പൊടി കഴുകാനാണോ നീ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാ കവി ചോദിക്കുന്നത്. നോക്കൂ മക്കളെ, വിരഹ് വ്യഥാമേ അശ്രുബഹാക്കർ, വിരഹവേദനയിൽ കണ്ണുനീർ വാർത്ത്, ജലമയി കർഡാല സബുത്തൻ, ജലമയമായി മാറി നിന്റെ ശരീരം മുഴുവൻ. നോക്കൂ, ജലമയമായി നിന്റെ ശരീരം മുഴുവൻ. ക്യാ ധോനേക്കോ ചലേ സ്വയം, അതാണ് അവിദിത് പ്രേമിക്ക് പതിരജ കൺ, അറിയപ്പെടാത്ത പ്രിയന്റെ പാദധൂളി കഴുകാനാണോ നീ പുറപ്പെട്ടിരിക്കുന്നത്, ഇങ്ങനെ പോകുന്നത് എന്ന്. ഓക്കെ, എന്നിട്ട് പറയുന്നു, ലഘു പാഷാണോ കെ, ആ പോക്കിൽ ലഘു പാഷാണോ കെ ടുക്കടെ ബി തുംകോ ദേത്തെ ഹേ ठोकर, क्षण भर ही अबिजल होकर കമ്പിത് ഹോത്തെ ഹോ ഗതി ഖോക്കർ. എന്താ പറഞ്ഞു നോക്കൂ, ലഘു പാഷാണോക്കെ, ചെറിയ കല്ലുകളുടെ, പാഷാണം എന്ന് പറഞ്ഞാൽ കല്ലുകൾ, ലഘു പാഷാണോക്കെ, ചെറിയ കല്ലുകളുടെ, തുക്കടബി, ചെറിയ പീസ് പോലും, വലുത് തടയുന്നുണ്ട്, പോരാതെ ചെറുതും തടയും, വലുതും ചെറുതുമായി എല്ലാ കൽക്കഷ്ടങ്ങളും നിന്നെ തടയാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ലഘു പാഷാണോക്കെ തുക്കടബി, ചെറിയ കൽക്കഷ്ടങ്ങൾ പോലും, അതിന്റെ അർത്ഥം എന്താ? വലിയ കഷ്ണങ്ങൾ ഇല്ല എന്നല്ല, വലിയ കഷ്ണങ്ങളുടെ കൂടെ ചെറിയ കഷ്ണങ്ങൾ പോലും. തുംകോ നിനക്ക് ദേത്തെ ഹെ ടോക്കർ, തുംകോ നിനക്ക് ദേത്തെ നൽകുന്ന ടോക്കർ, തടസ്സം, ചെറിയ കല്ലുകൾ പോലും നിന്നെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുന്നു. ക്ഷൺബർഹി, ആ സമയത്ത് നിമിഷം കൊണ്ട് തന്നെ,
അവിജൽ ഹോക്കർ, ആ തടസ്സത്തെ നേരിടുമ്പോൾ തന്നെ പിന്നെ അവിടെ നിന്നിട്ട് നിമിഷം കൊണ്ട് നീ ശക്തി പ്രാപിച്ചിട്ട്, കമ്പിത് ഹോക്കർ, ഒന്ന് ശക്തി ഊർജം സ്വീകരിച്ചിട്ട്, ഗതി ഹോത്തെ ഹോ ഗതി ഹോക്കർ, നീ ഗംഭീരമായിട്ട് വീണ്ടും മുന്നോട്ട് പോകുന്നു. അതായത് നോക്കൂ, ലഘു പാഷാണോ കേട്ടുക്കിടബി, ചെറു പാറക്കല്ലുകളുടെ കഷ്ണങ്ങൾ പോലും തുംകോദേത്തെ ടോക്കർ, നിന്നെ തടഞ്ഞു നിർത്തുന്നു. ക്ഷൺബർഹി അവിജൽ ഹോക്കർ, ഒരു നിമിഷം അചഞ്ചലമായി നിന്ന ശേഷം കമ്പിത് ഹോത്തെ ഹോ ഗതി കൊക്കർ, വീണ്ടും ചലനം നേടി നീ മുന്നോട്ട് കുതിക്കുകയാണ്. ഈ ഗതിയിൽ മുന്നോട്ട് കുതിക്കുന്നത് ആരെ തെരഞ്ഞാണ് എന്ന് ചോദിക്കുന്നു. ലഘുലഹരോം കെ കമ്പിത് കർസെ കർത്തെ ഉത്സുക് ആലിംഗൻ, കോൻ തുമേ പദ് ബദലാത്ത ഹേ മൗൻ ഖഡേ സബ് തരുഗൻ. കവി ഒരു സംശയം കൂടി പ്രകടിപ്പിക്കുകയാണ്. ലഘുലഹരോക്കെ, ചെറിയ തിരകളുടെ, ലഘുലഹർ, ലഹർ എന്ന് പറഞ്ഞാൽ തിരമാലകൾ, തിരകൾ നടത്താം. ലഹർ ചെറു ലഹരോക്കെ, അതായത് പാറയിൽ പോലെ നുരഞ്ഞു പൊന്തിയാണല്ലോ വീണ്ടും പോകുന്നത്. ലഘുലഹരോക്കെ, ചെറിയ തിരകളുടെ, കമ്പിത് കർസേ, വിറയുന്ന കൈകളാൽ എന്ന് പറഞ്ഞാൽ വിറച്ച് വിറച്ച് തുള്ളിച്ചാടി പോകുന്ന കൈകളാൽ, കർത്തേഹോ ചെയ്യുന്നു, ഉത്സുക് ആലിംഗൻ, ആകാംക്ഷയോടെ, ഉത്സുക് എന്ന് പറഞ്ഞാൽ ആകാംക്ഷയുടെ ആലിംഗൻ, വിറയുന്ന കൈകൾ കൊണ്ട് നീ ആകാംക്ഷയോടെ ആലിംഗൻ ചെയ്യുന്നു. കോൻ തുമേ പത് ബദലാത്തെ, ആരാണ്, കോൻ തുമേ പത് വഴി ബദലാത്തെ, ആരാണ് ഈ കാട്ടിൽ നിന്ന് കാമുകനെ തേടി പോകുന്ന ഈ ഓട്ടത്തിൽ, ഈ ഈ ഈ വേഗതയിൽ നിനക്ക് വഴി പറഞ്ഞിരുന്നത്? ഞാൻ നോക്കുമ്പോൾ മൗൻ ഖഡേ, മൗനമായി നിൽക്കുന്നു, സബ് തരുഗൺ, എല്ലാ വൃക്ഷലതാദികളും മൗനമായി നിൽക്കുകയാണ്. പക്ഷെ നിനക്ക് ഈ വഴി പറഞ്ഞു തരുന്നത് ആരാണ് എന്നാണ്. അതാണ് ലഘുലഹരോം കെ കമ്പിത് കർസേ, ചെറിയ തിരകളുടെ വിറയുന്ന കൈകളാൽ, കർത്തെ ഉത്സുത് ആലിംഗൻ, ആകാംക്ഷയോടെ ആലിംഗനം ചെയ്യുന്നു. കോൻ തുമേ പത് ബദലാത്തെ, ആരാണ് നിനക്ക് വഴി കാട്ടിത്തരുന്നത്, അഥവാ വഴി ബദലാത്തെ പറഞ്ഞു തരുന്നത്? മൗൻ കടേഹ് സബ് തരുഗൺ, എല്ലാ വൃക്ഷ സമൂഹങ്ങളും മൗനമായി നിൽക്കുകയാണല്ലോ ചെയ്യുന്നത് എന്ന് അരുവിയോട്, ചർണയോട്, വെള്ളച്ചാട്ടത്തോട് കവി ചോദിക്കുകയാണ്. എന്നിട്ട് ഇങ്ങനെ പറയാണ്, അവിജൽ ചൽ ജൽ കാ ചൽ ചൽ, ഗിരി പർ ഗിരി ഗിരി കർ, കള കള സ്വർ, പൽ പൽ മേ പ്രേമി കെ മൻ മേ ഗൂഞ്ചെ ഓ വിരഹി നിർച്ചർ. അവസാനമായിട്ട് പറയാണ്, നോക്കൂ, പർവ്വതത്തിന് മുകളിൽ താഴോട്ട് വീഴാണ്. അവിജൽ അവിജൽ ജൽ കാ ചൽ ചൽ, നിർത്താതെ, അവിജൽ അവിജൽ ചലന എന്ന് പറഞ്ഞാൽ ചലിക്കുക, അവിജൽ ചലനം, അവിജൽ എന്ന് പറഞ്ഞാൽ ചലനം നിർത്താതെ, അവിജലമായി ചലനം നിർത്താതെ, ചലിച്ച്, ജൽക്ക ജലത്തിന്റെ, ചൽ നിർത്താതെ ഒഴുകുന്ന നിന്റെ ജലത്തിന്റെ ചല ശബ്ദം, ഗിരീപർ പർവ്വതമുകളിൽ നിന്ന്, ഗിരിക്കർ പതിച്ചിട്ട്, കള സ്വർ അത് പിന്നെ കള സ്വരമാവുന്നു. അതായത് ആദ്യം ചൽ എന്ന് പറഞ്ഞ് മുകളിൽ നിന്ന് പറമുകളിൽ നിന്ന് വരുന്ന താഴെ വരുന്ന വെള്ളം താഴെ വന്നിട്ട് കള സ്വർമേം, എന്താണ്, പൽ മേം ഓരോ നിമിഷവും, പ്രേമിക്ക് മന്മേം പ്രേമിയുടെ നീ അന്വേഷിക്കുന്ന കാമുകന്റെ മനസ്സിൽ, കൂഞ്ചി മുഴങ്ങട്ടെ ഓ വിരഹി നിർച്ചർ, അല്ലയോ വിരഹിയായ നിർച്ചർ, ആ വെള്ളച്ചാട്ടമേ എന്ന് കവി പറയാണ്. എന്താ പറയുന്നത്? അവിജൽ നിർത്താതെ ഒഴുകുന്ന, ജൽക്കാ ചൽ നിന്റെ ജലത്തിന്റെ ചൽ ശബ്ദം, ഗിരിപ്പർ പർവ്വതങ്ങളിൽ നിന്ന്, ഗിരിക്കർ പതിച്ച്, കള സ്വരത്തോടെ, പൽ മേം ഓരോ നിമിഷവും, പ്രേമിക്കേമന്മേം പ്രിയന്റെ മനസ്സിൽ, ഗൂഞ്ചി മുഴങ്ങട്ടെ ഓ വിരഹി നിർച്ചർ, ഓ വിരഹിയായ വെള്ളച്ചാട്ടമേ, നീ കാമുകനെ അന്വേഷിച്ച് പോവുകയാണ്, മനോഹരമായി പാടിക്കൊണ്ടാണ് പോകുന്നത്. നിന്റെ പാട്ട് നീ അന്വേഷിക്കുന്ന ആ കാമുകന്റെ മനസ്സിൽ പോയി മുഴങ്ങട്ടെ എന്ന് കവി ആശീർവദിക്കുകയും ചെയ്യുന്നു. കവിക്ക് പോലും സങ്കടം വരുന്ന ആ കാമുകനെ കണ്ടെത്താതെ കവി ഇങ്ങനെ ഓടുന്നത് കൊണ്ട്, അരുവി ഇങ്ങനെ ഒഴുകുന്നത് കൊണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് മനോഹരമായ കവിതയാണ്. ഏറ്റവും മനോഹരമായിട്ടാണ് കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ചർണ എന്ന് പറയുന്ന വാക്ക് പുല്ലിംഗമാണ്. പക്ഷേ ഇവിടെ കവി കവിതയിൽ കാമുകിയായിട്ടാണ് പ്രയോഗിച്ചത്. ഇത് കാവ്യ ഭാവനയാണ്. ഓക്കെ, അത് വ്യാകരണ നിയമങ്ങൾക്ക് അപ്പുറത്ത് കാവ്യ ഭാവനയിലൂടെയാണ് ഈ കവിത എഴുതിയിരിക്കുന്നത്. ഓക്കെ, യെസ്, മനോഹരമായ കവിതയാണ്. മനോഹരമായ കവിതയാണ്, കൃത്യമായിട്ട് നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി നമ്മളോട് പരീക്ഷയിൽ ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഈ കവിതാക്ക് ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ എന്നാണ്. മക്കളെ, ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ, നിങ്ങളിപ്പോൾ സ്പെഷ്യലായി SSLCയിൽ എല്ലാവർക്കും ഹിന്ദി പഠിക്കണമായിരുന്നു. പക്ഷേ +1 എത്തുമ്പോൾ ഹിന്ദിയോട് ഇഷ്ടമുള്ള കുട്ടികൾ സെലക്ട് ചെയ്തതാണ് ഹിന്ദി സെക്കൻഡ് ലാംഗ്വേജ്. അപ്പൊ നമ്മൾ കുറച്ച് ഉയർന്ന നിലവാരത്തിൽ ഉയർന്ന രീതിയിൽ ഇനി എഴുതാൻ പോകണം.
അപ്പോൾ ഹിന്ദി നിങ്ങൾ സ്പെഷ്യലൈസ് ചെയ്ത് നിങ്ങൾ പഠിക്കുമ്പോൾ ഇവിടെ കവിതാക്കി ആസ്വാദൻ ടിപ്പണി എന്ന് പറയുമ്പോൾ നമ്മൾ SSLC ഒക്കെ കുറെ എന്തൊക്കെ എഴുതിയതുപോലെ കുറച്ച് കുറെ കൂടി ഉയർന്നിട്ട് ജാൻജെ തിരിച്ചറിയണം. ആസ്വാദൻ ടിപ്പണി നിങ്ങൾ എഴുതാൻ പോകുന്ന ആസ്വാദൻ ടിപ്പണിയിൽ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് ഉണ്ടായിരിക്കണം. ഒന്ന്, കവി കാ പരിചയം, കവി പരിചയം ഉണ്ടാവണം. ഓക്കെ, കവി കാ പരിചയം. അപ്പൊ നിങ്ങൾ എഴുതുന്ന ആസ്വാദൻ ടിപ്പണിയിൽ ഇതുണ്ടാവണം, കവി കാ പരിചയം. എന്താ അതിന്റെ അർത്ഥം? കവി പരിചയം ഉണ്ടാവണം. അടുത്തത് ആശയക്ക് അഭിവ്യക്തി എന്ന് പറഞ്ഞാൽ ആശയങ്ങളെ കൃത്യമായിട്ട് വിശദീകരിക്കണം. കവി പരിചയം നടന്നാൽ അടുത്തത് ആശയ വിശദീകരണമാണ് കവിതയുടെ. അടുത്തത് കവിതാക്ക് വിശേഷം. ഈ കവിതയുടെ ആശയം വിശദീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ കവിതയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് എഴുതണം. അതും കഴിഞ്ഞാൽ അപ്നാ ദൃഷ്ടികോൺ, നിങ്ങളുടേതായ സ്വന്തം അഭിപ്രായം അവസാനം അതിനെക്കുറിച്ച്. ഈ 4 പോയിന്റുകളുള്ള 4 പാരഗ്രാഫാണ് നിങ്ങൾ ആസ്വാദന ടിപ്പണിയിൽ +1 എഴുതേണ്ടത്. SSLC പോലും അങ്ങനെ എഴുതിയാൽ പോരാ, കുറച്ചുകൂടി ഉയർന്ന നിലവാരത്തിൽ ഭാഷയുടെ ഉയർന്ന തലത്തിലുള്ള പ്രയോഗം കൂടി നിങ്ങൾ നടത്തണം. അപ്പൊ അതുകൊണ്ട് വളരെ പ്രധാനമായിട്ട് ഞാൻ ഇതിന്റെ കവിതാക്കി ആസ്വാദൻ ടിപ്പണി തയ്യാർക്കരി ഏറ്റവും ലളിതമായിട്ട് ഏറ്റവും മനോഹരമായിട്ട് നിങ്ങൾക്ക് ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഒരു ആസ്വാദന ടിപ്പണി തയ്യാറാക്കിയിട്ടുണ്ട്. 4 പാരഗ്രാഫുകളും കവി പരിചയവും അതുപോലെ തന്നെ ആശയ വിശദീകരണം, കവിതയുടെ വിശേഷതകൾ, നിങ്ങളുടെ സ്വന്തം അഭിപ്രായം എന്നിവ വെച്ചുകൊണ്ട് 4 പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നോട്ട് ബുക്കിലേക്ക് എഴുതിയെടുത്തിട്ട് കൃത്യമായി എൻ്റെ പൊന്നുമക്കളെ എഴുതിയെടുത്ത് പഠിക്കണം. +1 നമുക്ക് ഫുൾ മാർക്ക് നമുക്ക് വാങ്ങേണ്ടതുണ്ട്. ഈസിയാണ്, പ്രയാസമൊന്നുമില്ല. നിങ്ങൾക്ക് ഗംഭീരമായിട്ട് ശൈലത്തെ വിശ്വസിക്കാം, പൗസാറിനെ വിശ്വസിക്കാം. ഗംഭീരമായി നിങ്ങൾക്ക് നോട്ടുകൾ കിട്ടും, ക്ലാസ് കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർച്ചർ കവിത ആസ്വാദൻ ടിപ്പണി നിങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നോക്കൂ, ആദ്യം നമ്മൾ എന്താ എഴുതേണ്ടത്? കവി പരിചയം. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? കവി പരിചയം അല്ലേ? യെസ്. ഓക്കെ, യെസ്. ആദ്യം നമ്മൾ എഴുതേണ്ടത് കവി പരിചയമാണ്. നോക്കൂ, കവി പരിചയത്തിന്റെ പാരഗ്രാഫ് കിട്ടുള്ളൂ. ശ്രീ രാംകുമാർ വർമ്മ ലിഖേ ഹുയ് എഴുതിയിട്ടുള്ള ഏക് സുന്ദർ കവിത, ഒരു ബ്യൂട്ടിഫുൾ കവിതയാണ് നിർച്ചർ എന്ന് പറയുന്നത്. അദ്ദേഹം ഹിന്ദി സാഹിത്യത്തിലെ പ്രമുഖ കവി, ഏറ്റവും ഫേമസ് ആയ കവിയും അതുപോലെ തന്നെ നാടകകാരനുമാണ്. അതായത് ലഘുകഥയൊക്കെ എഴുതല്ലോ നമ്മളല്ലേ, ഏകാംഗിയൊക്കെ എടുത്തല്ലോ. ഏകാംഗി എന്ന് പറഞ്ഞാൽ ചെറു നാടകങ്ങളാണ്. ഉനോനെ അപ്പനി രചനാവുമേ, അദ്ദേഹം തന്റെ ഏകാംഗിയാവട്ടെ കവിതയാവട്ടെ എന്താവട്ടെ രചനകളിൽ പ്രകൃതി, മാനവ ജീവൻ, പ്രേം, പ്രകൃതിയെക്കുറിച്ചും മനുഷ്യ ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും ഓർ ആധ്യാത്മിക ഭാവനകൾ കൊണ്ടും എന്ന ഭക്തിപരമായ കാര്യങ്ങൾ കൊണ്ടും സുന്ദർ ചിത്രം കിയായ, അതിസുന്ദരമായ വർണ്ണനയാണ് നടത്തിയിരിക്കുന്നത്. ഇവിടെ നിർച്ചറിനെ നമുക്ക് ആത്മാവിനെയായിട്ട് കാണാം, പിന്നെയോ നിർച്ചർ അന്വേഷിക്കുന്നത് പരമാത്മാവിനെയായിട്ടും കാണാം. അങ്ങനെ ആധ്യാത്മിക തലം കൂടി ഇതിനുണ്ട്. ഓക്കെ, ഉൻകി കവിതാവുമേ, ഇദ്ദേഹത്തിന്റെ എല്ലാ കവിതകളിലും പ്രകൃതിക്ക സൗന്ദര്യത, പ്രകൃതിയുടെ അപാരമായ സൗന്ദര്യത്തെക്കുറിച്ചും ഗഹൻ ഭാവനയെയും അതിനെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ഭാവനകളെയും സ്പഷ്ടതിക്കായി തെറ്റിയെ വ്യക്തമായി കാണാം. പ്രകൃതിയുടെ സൗന്ദര്യത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ കാവ്യപരമായ ഗഹനമായ അതുപോലെ തന്നെ ഭാവനകളെയും നമുക്ക് അദ്ദേഹത്തിന്റെ എല്ലാ രചനകളിലും കാണാൻ പറ്റും, കവിതകളിൽ പ്രത്യേകിച്ച് എന്നാണ് ഒരു കവി പരിചയം. എന്നാൽ സ്നേഹത്തെക്കുറിച്ചും സത്യത്തെക്കുറിച്ചും പ്രകൃതിയെക്കുറിച്ചും മാനവികതയെക്കുറിച്ചും മനോഹരമായി എഴുതിയ ഏറ്റവും ഫേമസ് ആയ ഒരു എഴുത്തുകാരനാണ് രാംകുമാർ വർമ്മ എന്ന് നമ്മൾ എഴുതുന്നു. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനകളെല്ലാം തന്നെ ഈ രീതിയിൽ ആധ്യാത്മികപരമാണ്, അത് സത്യാന്വേഷണമാണ്, പ്രണയത്തെക്കുറിച്ച് പറയുന്നതാണ്, പ്രകൃതി വർണ്ണനയാണ്, എല്ലാമാണ്. ഓക്കെ, അത് എഴുതിയതിനു ശേഷം നമ്മൾ പറയേണ്ടത് സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ കവിതയുടെ ആശയമാണ് പറയേണ്ടത്. നോക്കൂ, നിർച്ചർ കവിതാമേ, നിർച്ചർ എന്ന് പറയുന്ന കവിതയിൽ കവി നിർച്ചർ എന്ന് പറഞ്ഞാൽ വെള്ളച്ചാട്ടം, ചർണെ അരുവി എന്നൊരു അർത്ഥമുണ്ട്. ഓക്കെ, അപ്പൊ ഇവിടെ വെള്ളച്ചാട്ടവും അരുവിയും കൂടി ചേർന്ന സംയുക്തമായ അവസ്ഥയ്ക്കാണ് അല്ലേ. നിർച്ചർണേക്കോ ഏക് വിരഹിണി പ്രേമികാക്കരുമേ, ഒരു വിരഹിണി, വേർപിരിഞ്ഞു നിൽക്കുന്ന അല്ലെ കാമുകനുമായി അകന്നു നിൽക്കുന്ന പ്രേമികാക്കെ രൂപേ ചിത്രം കിയാഹേ. ഇവിടെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ചില ആളുകൾ പറയും വിരഹിണി എന്ന വാക്കിന്റെ അർത്ഥം തന്നെ പിരിഞ്ഞു നിൽക്കുന്നവൾ എന്നാണ്. പക്ഷേ ഒരു വിവാഹം കഴിച്ച ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഭർത്താവ് ദൂരെയാണെങ്കിൽ, ഭർത്താവിന്റെ സാമീപ്യമില്ലാത്തതിനാൽ അവരുടെ ഭർത്താവിനോടുള്ള ഇഷ്ടം കാരണം ഒരു വേദന അവർ അനുഭവപ്പെടുന്നുണ്ടാവും. അവരെ നമുക്ക് വിരഹിണി എന്ന് പറയാം. പക്ഷെ ഇവിടെ വിവാഹം കഴിക്കാത്ത ആളാണ്, കാമുകിയാണ്. അപ്പൊ നമ്മൾ അതുകൊണ്ട് പ്രേമിക എന്ന കാമുകി എന്ന വാക്ക് നമ്മൾ അതിന്റെ കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോഴാണ് അത് അർത്ഥം ശരിയാകുന്നത്. വിരഹിണിയായ കാമുകി, മനസ്സിലായോ? അപ്പോ നിർച്ചർ കവിതാമേ, നിർച്ചർ എന്ന കവിതയിൽ കവി നിർച്ചർ, അതായത് ചർണേക്കോ ഏക വിരഹിണി പ്രേമികാക്കെ രൂപേ, ഒരു വിരഹിണിയായ കാമുകിയുടെ രൂപത്തിൽ ചിത്രീകരണം നടത്തിയിരിക്കുന്നു.
വഹ് ഊഞ്ചെ പർവ്വതസെ, ആ അരുവിയാവട്ടെ, ആ വെള്ളച്ചാട്ടമാവട്ടെ, ഊഞ്ചെ പർവ്വതസെ, ഉയർന്ന പർവ്വതത്തിൽ നിന്ന് നീച്ചെ ഗിർ കർ, താഴോട്ട് പതിച്ചിട്ട് വൻ വൻ ബഹ്തിയെ, വനാന്തരങ്ങളിലൂടെ അത് ഒഴുകി പോവുകയാണ്. നിർച്ചർ അപ്പനെ, നിർച്ചരാട്ടെ ഈ പോകുന്ന പൊക്കിൽ അപ്പനെ തന്റെ സുമധുർ സുനാത്തി ഹുയി, തന്റെ മധുരമായ സ്വരം കേൾപ്പിച്ചുകൊണ്ട് പ്രിയക്കി ഗോജുമേ, തന്റെ പ്രിയനെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ആകെ ബെടുത്തികെ മുന്നോട്ട് അലഞ്ഞു തിരിഞ്ഞു പോവുകയാണ്. മാർഗമേ, ആ കാമുകനെ അന്വേഷിച്ചുള്ള ആ പോക്കിൽ, പ്രിയനെ അന്വേഷിച്ചുള്ള ആ പോക്കിൽ, മാർഗമേ, മാർഗത്തിൽ അനേക പത്ര, ധാരാളം കൽക്കഷ്ണങ്ങൾ, ഓർ ബാധായേയും ആനെ പർബി, കല്ലുകളുടെയും മറ്റ് തടസ്സങ്ങൾ വരുമ്പോൾ കബീരുക്തിനിഹി, അത് ഒരിക്കലും അവൾ നിൽക്കുന്നില്ല. ബൽക്കി, എന്നാൽ നിരന്തർ ആകെ ബഡ്ത്തിയിലെത്തി, നിരന്തരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. അതായത് ഒരു അരുവി തടസ്സങ്ങൾ നേരിടുന്നത് പോലെ ജീവിതത്തിൽ മറ്റൊരാളും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. അത്രയും കൽക്കഷ്ടങ്ങൾ തരണം ചെയ്താണ് മുന്നോട്ട് പോകുന്നത്. ഇപ്രകാരം കവി സന്ദേശ ദേത്തെ, കവി ഇങ്ങനെ ഒരു മെസ്സേജ് നൽകുന്നു. കി എന്നാൽ ജീവന്മേ, ജീവിതത്തിൽ കിത്തനീഹി കഠിനായാം, എത്ര തന്നെ പ്രയാസങ്ങൾ ആനെ പ്രവി വന്ന് അണയുകയാണെങ്കിലും ഹമേ അപ്പനെ ലക്ഷ്യക്കിയോർ, നാം ഓരോരുത്തർ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് നിരന്തര ബഡ്ത്തെ രഹന ചാഹിയെ, നിരന്തരമായി മുന്നേറുക തന്നെ വേണം. ഇതാണ് +1 വിദ്യാർത്ഥികൾക്കുള്ള സന്ദേശം. ഓക്കെ, സച്ചാ പ്രേം ഓർ ദൃഢസങ്കല്പ്, ശരിയായ സ്നേഹവും ദൃഢനിശ്ചയവും കബി ഹാർ നഹി മാനത്തെ, ഒരിക്കലും പരാജയത്തെ അംഗീകരിക്കില്ല. ശുദ്ധമായ സ്നേഹം ഒരിക്കലും പരാജയത്തെ അംഗീകരിക്കില്ല. ഒരിക്കലും ശുദ്ധമായ സ്നേഹം പരാജയത്തെ അംഗീകരിക്കുന്നില്ല. പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ ശുദ്ധമായ സ്നേഹമല്ല. ഒരിക്കലും സങ്കല്പ് ഹാർ നഹി മാനത്തെ, ഒരിക്കലും സങ്കല്പങ്ങൾ പരാജയപ്പെടുകയില്ല. പരാജയപ്പെട്ടാൽ അത് ഒരു ദൃഢസങ്കല്പവുമായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് സച്ചാ പ്രേം ഓർ ദൃഢസങ്കല്പ് കബി ഹാർ നഹി മാനത്തെ, ശരിയായ സ്നേഹവും ദൃഢനിശ്ചയവും ഒരിക്കലും പരാജയം സമ്മതിച്ചു കൊടുക്കുകയില്ല എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ പാരഗ്രാഫിൽ കവിതയുടെ വിശേഷങ്ങളാണ് പ്രത്യേകമായിട്ട് പറയേണ്ടത്. കവിതയുടെ വിശേഷതകൾ എന്തൊക്കെയാന്ന് നോക്കാം. രാംകുമാർ വർമ്മജി പ്രസ്തുത കവിതാമേ, ഈ കവിതയിൽ പ്രകൃതിയെ മാനവീകരൺ കിയാകിയ, പ്രകൃതിയെ, ഒരു മനുഷ്യന്റെ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയുമാണ് ഈ ചർണ എന്ന കവിതയിലൂടെ അവതരിപ്പിക്കുന്നത്. അതാണ് മാനവികത കൊണ്ടുവന്നിരിക്കുന്നു പ്രകൃതിയുടെ ചർണയിലേക്ക്. പ്രശ്നശൈലിക്ക പ്രയോഗം, ചോദ്യ രീതിയിലുള്ള പ്രയോഗം കർക്കെ, അതായത് നീ ആരെയാണ് കാണാൻ പോകുന്നത്, എന്തിനാണ് കാണാൻ പോകുന്നത്, ഏത് കാമുകനെയാണ് കാണാൻ പോകുന്നത്, ചോദ്യങ്ങളുണ്ടല്ലോ. പ്രശ്നശൈലിക്ക പ്രയോഗ കർക്കെ, ചോദ്യ രീതിയിലുള്ള പ്രയോഗം നടത്തിയിട്ട് കവിതാക്കോ രോചക ബനായാകെ, കവിതയെ രോചകമാക്കി ഇഷ്ടമുള്ളതാക്കി. ഓക്കെ, കവി ഒരു ഉത്തരമല്ല, കാമുകനെ അന്വേഷിച്ച് പോവുകയാ, ഏതാണ് ആ കാമുകൻ എന്ന് കവി നിശ്ചയിക്കല്ല ചെയ്യുന്നത്. നീ കാമുകനെ അന്വേഷിച്ച് പോവുകയാണോ, ആരാണ് കാമുകൻ എന്ന രീതിയിൽ ചോദ്യങ്ങളാണ്. അത് രോചക എന്ന് പറഞ്ഞാൽ ഇഷ്ടം എന്നാണ്. അരോചക അതിന്റെ ഓപ്പോസിറ്റ് ആണ്, ഇഷ്ടമില്ലാത്തത്. അപ്പോൾ കവിതയോട് നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാക്കുന്ന രീതിയിൽ ആ ചോദ്യ രീതിയിലുള്ള പ്രശ്നങ്ങൾ വെക്കുന്നത്, ചോദ്യ രീതിയിലുള്ള വരികൾ പ്രയോഗിച്ചത് കൊണ്ട് നമുക്ക് ഇഷ്ടമാകുന്നു. പ്രശ്നശൈലിക്ക പ്രയോഗം, ചോദ്യ രീതിയിലുള്ള പ്രയോഗങ്ങൾ കർക്കെ ചെയ്തുകൊണ്ട് കവിതാക്കോ രോചക ബനായാകെ, കവിത ഏറ്റവും മനോഹരമാക്കി തീർത്തിരിക്കുന്നു. എങ്ങനെയൊക്കെ പിന്നെ നോക്കുക. അടുത്തത് ചൽ ചൽ, അത് വെള്ളം വീഴുമ്പോഴുള്ള ശബ്ദമാണ്. അതുപോലെ തന്നെ കൾ, അത് നദി ഒഴുകുമ്പോഴുള്ള ശബ്ദമാണ്, അരുവി ഒഴുകുമ്പോഴുള്ള ശബ്ദമാണ്. ജൈസെ ധ്വന്യാത്മക ശബ്ദക്ക, ധ്വന്യാത്മക ധ്വനികൾ. ചൽ എന്നത് വെള്ളത്തിൽ നിന്നുണ്ടാകുന്ന ധ്വനികളാണ്. അതുപോലെ തന്നെ കൾ എന്ന വെള്ളം ഒഴുകുമ്പോഴുള്ള ധ്വനികളാണ്. അപ്പോ ചൽ എന്നുള്ള വാക്കിന് പ്രത്യേകിച്ച് അർത്ഥമില്ല, നദിയുടെ സൗണ്ടാണ്. അപ്പൊ അതിനെ അരുവിയുടെ സൗണ്ടാണ്. കൾ എന്നുള്ളതും അരുവിയുടെ സൗണ്ടാണ്. അതിന്റെ ധ്വന്യാത്മക ശബ്ദക്ക പ്രയോഗം, അതേ സൗണ്ടിനെ അതേ രീതിയിൽ പ്രയോഗിച്ചിട്ട് കവിതാക്കി സുന്ദരത ബടാത്തെ, കവിതയുടെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നു. കവിതാക്കി ഭാഷ സരൾ, ഈ കവിതയുടെ പ്രത്യേകത, കവിതയുടെ ഭാഷ വളരെ കടിച്ചപ്പൊട്ടാത്ത വാക്കുന്നില്ല, സരളമാണ്. മധുർ ഓർ ഭാപൂർണ, സരളമാണ്, മധുരമാണ്, ഭാവങ്ങൾ കൊണ്ട് നിറഞ്ഞ വാക്കുകളാണ്. കവിതാമേം, കവിതയിൽ പ്രകൃതിയുടെ സൗന്ദര്യം, പ്രേം സ്നേഹം, വിരഹ വ്യഥ വേർപാടിന്റെ വേദന, ആധ്യാത്മിക ഭാവന, അതായത് ആധ്യാത്മിക ഭാവനം, അതായത് ആത്മാവിൽ നിന്ന് പരമാത്മാവിലേക്കുള്ള യാത്രയിൽ, ആത്മാവിനെ അരുവിയായിട്ടും പരമാത്മാവിനെ സമുദ്രമായിട്ടും വേണമെങ്കിൽ കാണാം. ഓക്കെ, ആധ്യാത്മിക ഭാവനക്ക സുന്ദർ ചിത്രം കിയാഹേ. അപ്പൊ പ്രകൃതി സൗന്ദര്യം, സ്നേഹം, വേർപാടിന്റെ വേദന, ആധ്യാത്മികതയൊക്കെ ചേർത്തുകൊണ്ട് മനോഹരമായ സൃഷ്ടിയാണ് ഈ കവിത. എന്നിട്ട് അടുത്തത് പറയുന്നു ലാസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം, അതാണ് സ്വന്തം അഭിപ്രായം കവിതയെക്കുറിച്ച്. ഈ കവിത ബഹുത്ത് പ്രേരണാദായക, ഈ കവിത വളരെ മോട്ടിവേഷൻ നൽകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ചർണയല്ല നമ്മൾ കാണിച്ചിരുന്നത്. അതുകൊണ്ട് ഈ ജീവിതത്തിൽ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും, അപ്പം മടിച്ചു നിൽക്കാതെ മുന്നോട്ട് പോകണം ലക്ഷ്യത്തിലേക്ക് വേണ്ടി എന്നുള്ള മോട്ടിവേഷനാണ്. ഈ കവിത ബഹുത്ത് പ്രേരണാദായക, വളരെ പ്രേരണാദായക എന്ന് പറഞ്ഞാൽ എന്താണ്, മോട്ടിവേഷൻ നൽകുന്നവയാണ്. ഇസ്മേ, ഇതിൽ നിർച്ചർക്കി തരഹ്,
നിർച്ചറിനെ പോലെ ഹമേബി നമ്മളും കഠിനായോं का सामना करके എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്തുകൊണ്ട് നിരന്തര ആകെ ബഡ്നേക്ക് നിരന്തരമായി മുന്നോട്ട് കുതിക്കാനുള്ള പ്രേരണ മിൽത്തികെ നമുക്ക് അരുവിയെ പോലെ നിരന്തരമായി വെല്ലുവിളികൾ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രേരണയാണ് ഈ കവിത വായിച്ചിരുമ്പോൾ നമുക്ക് ലഭിക്കാവുന്നത്. അതുകൊണ്ട് ഇതൊരു മോട്ടിവേഷൻ നൽകുന്ന കവിതയാണ്. ഇസ്ലിയേഹി ഇതുകൊണ്ട് തന്നെ ഈ കവിത മുച്ച് ബഹുത് അച്ഛി ലഗി. ഇതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായമാണ്. അതുകൊണ്ട് തന്നെ ഈ കവിത എനിക്ക് മോട്ടിവേഷൻ നൽകുന്നതുകൊണ്ട് എല്ലാ പ്രതിസന്ധികളും തരണം ചെയ്ത് ജീവിതത്തിൽ മുന്നേറാനുള്ള മോട്ടിവേഷൻ നൽകുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഈ കവിത എനിക്ക് വളരെയധികം ഇസ്ലിയെ ഈ കവിത മുച്ച് ബഹുത് അച്ഛി ലഗി. ഈ കവിത എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. യഹാം വ്യാകരൺ കി ദൃഷ്ടി സേ ഇവിടെ വ്യാകരണപരമായ വീക്ഷണത്തിലൂടെ നോക്കുകയാണെങ്കിൽ വ്യാകരൺ കി ദൃഷ്ടി സേ വ്യാകരണപരമായ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ നിർച്ചർ പുല്ലിംഗ ശബ്ദേ നിർച്ചർ എന്ന് പറയുന്നത് ഇവിടെ കാമുകിയായിട്ട് വർണ്ണിച്ചതെങ്കിൽ പോലും നിർച്ചർ എന്ന് പറയുന്ന വാക്ക് ശരിക്കും പുല്ലിംഗ ശബ്ദമാണ്. ലേക്കിൻ എന്നാൽ കവിക്ക് സാഹിത്യക കൽപ്പനാമേ കവിയുടെ സാഹിത്യ സങ്കല്പങ്ങളിൽ നിർച്ചറിനെ അരുവിയെ അല്ലെങ്കിൽ വെള്ളച്ചാട്ടത്തെ ഏക് പ്രേമികാക്കെ രൂപം ചിത്രണം കിയാ ഗയാ ഹെ ഒരു കാമുകിയെ പോലെയാണ് വർണ്ണിച്ചിരിക്കുന്നത്. യഹ് ഇത് കവിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ? പറ്റും. ഈ കവിക്ക് കാവ്യകൽപ്പനാക്ക ഇത് കവിയുടെ കാവ്യസങ്കല്പത്തിന്റെ സ്വാഭാവിക പരിണാമേ സ്വാഭാവികമായ പരിണാമമാണ്. നിർച്ചർ എന്ന് പറയുന്ന വാക്കിനെ നിങ്ങൾ ഡിക്ഷണറിയിൽ നോക്കുകയാണെങ്കിൽ അത് പുല്ലിംഗമാണ്. പക്ഷേ കവി ഇവിടെ നിർച്ചറിനെ കാമുകിയായി കണ്ടുകൊണ്ട് കാവ്യഭാവനയിൽ എഴുതിയ രചനയാണ് ഇത് എന്ന് ഇത്ര എഴുതുമ്പോഴാണ് നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണി കൃത്യമായി പൂർണ്ണമാകുന്നത്. ഓരോന്നിന്റെ മുകളിൽ നമുക്ക് അപ്പനാ ദൃഷ്ടികോൺ ഇങ്ങനെ എഡിങ് എഴുതിക്കൊള്ളണമെന്നില്ല. പക്ഷെ ഈ 4 സംഭവങ്ങളെയും ഏതൊക്കെ കവി പരിചയം ആശയക്ക് അഭിവ്യക്തി ആശയ വിശദീകരണം കവിതാക്ക വിശേഷതയും കവിതയുടെ പ്രത്യേകതകൾ അപ്പനാ ദൃഷ്ടികോൺ സ്വന്തം കാഴ്ചപ്പാട് ഈ 4 അടങ്ങുമ്പോൾ മാത്രമാണ് ആസ്വാദന ടിപ്പണി പൂർണ്ണമാകുന്നത്. അപ്പോഴാണ് ഉയർന്ന ക്ലാസ്സിലേക്ക് എത്തുമ്പോൾ അതിനൊക്കെ മുഴുവൻ മാർക്ക് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം മറന്നു പോരുത്. ഓക്കെ, ഇനി നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ വരികൾക്കിടയിൽ കവിതകളുടെ ഫ്രണ്ടിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചോദ്യം കൊടുത്തില്ലേ? നോക്കൂ, നിർച്ചർ അപ്പനാ സുമധുർ സ്വർ കിസ്കോ സുനാത്ത ഹോഗ. നോക്കൂ, നിങ്ങൾ കണ്ടില്ലേ? നോക്കൂ എങ്ങനെയാണ് നിർച്ചർ അരുവി അപ്പനാ സുമധുർ അല്ലെങ്കിൽ അരുവി അല്ലെങ്കിൽ വെള്ളച്ചാട്ടം അപ്പനാ സുമധുർ സ്വർ മധുരമായ തന്റെ സ്വരം കിസ്കോ സുനാത്തോ ആരെയായിരിക്കും കേൾപ്പിക്കുന്നുണ്ടാവുക എന്നാണ് ഉത്തരം. നിർച്ചർ നമ്മുടെ വെള്ളച്ചാട്ടം ഏകാന്ത് ഓർ സുൻസാൻ വൻമേ ഏകാന്തവും ശൂന്യവുമായ വനത്തിൽ ബഹത്താഹെ ഒഴുകുന്നു. അപ്പനാ സുമധുർ അവൾ തന്റെ മധുരം സുമധുർ സ്വർ വളരെ മധുര മനോഹരമായ സ്വരം വഹാങ്കി പ്രകൃതി അവിടുത്തെ പ്രകൃതിയെയും ഓർ അപ്പനെ അജ്ഞാത് താൻ അറിയപ്പെടാത്ത പ്രേമിക്കോ സുനാത്ത ഹോഗ കാമുകനെയും കേൾപ്പിക്കുകയായിരിക്കാം എന്നാണ്. ഓക്കെ, ഇനി അടുത്തത് പ്രേമിക്കോ അവിദിത് കഹനേക്ക കാരണം ക്യായേ കാമുകനെ അറിയപ്പെടാത്തവൻ പ്രേമിക്കോ കാമുകനെ അവിദിത് എന്ന് പറഞ്ഞാൽ അറിയപ്പെടാത്തവൻ എന്ന് പറയാൻ കാരണം എന്ത് എന്നാണ് ഉത്തരം. അവിദിത് ക അർത്ഥ അവിദിത് എന്നുള്ളതിന്റെ അർത്ഥം അജ്ഞാത് യാ അൻജാന ഹോത്താഹേ അജ്ഞാത് അഥവാ അൻജാന ഹോത്താഹേ അജ്ഞാത് എന്ന് പറഞ്ഞാൽ അറിയാത്തത് അൻജാന എന്ന് പറഞ്ഞാൽ അറിയാത്തത് എന്നാണ്. നിർച്ചർ ക പ്രേമി ആ വെള്ളച്ചാട്ടത്തിന്റെ അല്ലെങ്കിൽ അരുവിയുടെ കാമുകൻ അദൃശ്യയെ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. നിർച്ചർക്കോ സ്വയം നഹി പത ഈ ഒഴുകുന്ന നിർച്ചറിനും അറിയില്ല. നിർച്ചർക്കോ സ്വയം നഹി പത നിർച്ചറിനാട്ടെ കവിയിട്ട് വിടൂ നിർച്ചറിന് സ്വന്തം അറിയില്ല. കി വ കഹാഹേ അവൻ എവിടെയാണ്. ഇസ്ലിയെ ഉസേ അവിദിത് കഹാ ഗയാ ഹേ അതുകൊണ്ട് അവനെ അന്വേഷിച്ച് പോകുന്നത് കൊണ്ട് അവൻ എവിടെയാണെന്ന് അറിയാത്തതുകൊണ്ട് ഈ അന്വേഷണ പാച്ചിലിൽ കാമുകൻ ആരാണെന്ന് അറിയാത്തത് കൊണ്ട് അവിദിത് എന്ന പ്രയോഗം എടുത്തിരിക്കുന്നു. അവിദിത് ഓക്കെ, പ്രേമി എന്ന് പറയുന്നു, അറിയപ്പെടാത്തവൻ എന്ന് പറയാൻ കാരണം അതാണ്. അടുത്തത് ഠോക്കർ കാക്കർബി ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും നിർച്ചർ അപ്പനി ഗതി പക്കടത്തായി നിർച്ചർ തന്റെ ഗതി മുന്നോട്ട് കൊണ്ടുപോകുന്നു. നിർച്ചർക്ക് കോൺസി ക്ഷമത പ്രകടത്തി ഇവിടെ നിർച്ചറിന്റെ ഏത് രീതിയാണ് ഏത് ക്ഷമത ഏത് കഴിവിനെയാണ് നമുക്ക് വ്യക്തമാവുന്നത് എന്നാണ്. അതായത് നദിക്ക് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാകുന്നുണ്ട്, പക്ഷെ അതിനൊക്കെ തരണം ചെയ്തിട്ട് സഹനശക്തി ഉപയോഗിച്ചിട്ട് അതിനെ കവർന്ന് ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ അത് ഏത് ശക്തിയാണ് നമ്മൾ വ്യക്തമാകുന്നതാണ് ചോദ്യം. ഉത്തരം ഇസത്തെ നിർച്ചർക്ക ദൃഢസങ്കല്പ് ഇതിൽ നിന്ന് നദിയുടെ ദൃഢസങ്കല്പത്തെയും സഹനശീലത ക്ഷമിക്കാനുള്ള കഴിവിനെയും ഓർ നിരന്തർ ആകെ ബട്ടരഹിനേക്ക നിരന്തരമായി മുന്നേറാനുമുള്ള ഗുണപ്രകടത്തെ പ്രകടമാണെന്നുള്ളത്. ഒന്ന് സഹനശക്തി, ഒന്ന് ദൃഢനിശ്ചയം, ഒന്ന് മുന്നേറാനുള്ള ഇച്ഛ, ഇത് 3 പ്രകടമാകുന്നു. ഈ ബാധാവും ഇത് തടസ്സങ്ങളെ അതായത് പത്രോങ്കി ടോക്കർക്കെ കല്ലുകളുടെ തടസ്സങ്ങളെ ടോക്കർക്കെ ബാദ്ബി തടസ്സങ്ങൾ ഉണ്ടായിട്ട് പോലും ഉസേ രുക്കിനെ നിഹിതത്ത നിർത്താൻ അനുവദിക്കുന്നില്ല. അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക തന്നെ ചെയ്യുന്നു.
ഇതാണ് നമുക്ക് ഈ നിർച്ചർ എന്ന് പറഞ്ഞ കവിതയായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനോഹരമായിട്ട് പഠിച്ചാൽ അതിന്റെ സ്ലൈഡുകളൊക്കെ നിങ്ങൾ എഴുതിയെടുത്ത് പഠിക്കുക, കവിതകളെ നിരന്തരമായി വായിക്കുക. ഓരോന്നിന്റെ ചുവട്ടിൽ ഞാൻ അതിന്റെ അർത്ഥം പറഞ്ഞിട്ട് കൂടാതെ മലയാളം പരിഭാഷ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിനുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ആസ്വാദന ടിപ്പണിയും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എഴുതിയെടുത്തിട്ട് ഗംഭീരമായി പഠിച്ചാൽ ഉറപ്പാണ് A+ യാതൊരു സംശയമില്ല. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി വൺ വേർഡ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതൊക്കെ ഫൈനൽ എക്സാം, അതൊക്കെ നമുക്ക് ഓണപരീക്ഷ എഴുതുന്ന സമയത്ത് ലൈവുകൾ നമുക്ക് ചർച്ച ചെയ്യാം. ആ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം അടങ്ങിയതാണ് തന്നിരിക്കുന്ന നിങ്ങൾക്ക് ആസ്വാദന ടിപ്പണി. അപ്പൊ അതുകൊണ്ട് നമ്മൾ മറ്റൊരു വീഡിയോയിൽ കാണാം. ഇതിന്റെ ലിങ്ക് നിങ്ങൾ മുഴുവൻ സുഹൃത്തുക്കൾ അയച്ചു കൊടുക്കുക. ഗംഭീരമാക്കണം. +1 ഈ തവണ നമുക്ക് മുഴുവൻ മാർക്ക് സ്വന്തമാക്കണം. ഓക്കെ, ബൈ.